ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അടിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അടുത്തു പോയിരുന്നിട്ട് ഖുർആനിലെ ഒരായത്ത് ഓതിയാൽ മതി. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളിന്റെ അടുത്ത് പോയിരുന്നിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ ഭർത്താവ് നിസ്കരിക്കത്തില്ലെങ്കിൽ, നിന്റെ മക്കൾ നിസ്കരിക്കത്തില്ലെങ്കിൽ, അവരുടെ അടുക്കൽ പോയിരുന്നിട്ട് ഞാൻ പറയണ ഒരായത്ത് ഓതിക്കൊടു. അറബി അറിയത്തില്ല, അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഖുർആനിലെ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ എന്റെ വിഷയമല്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയില്ലെങ്കിൽ ബാക്കി പറയും. വേണോ വേണ്ടേ? കൈവക്ക്. കൈവക്കറോ പോങ്ങട്ടെ. വേണ്ട ഉസ്താദേ, പാപ്പ നാളെ വന്നിരുന്നിട്ട് പേടിക്കണ്ട. മരണത്തിന്റെ ആയത്തൊന്നുമല്ല, എന്നെ പള്ളിക്കുഴി കൊണ്ടുപോകുന്ന ആയത്തൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങൾ ചില ദിവസം തന്റെ മകനെ വിളിക്കുമ്പോ ഉറങ്ങും. മക്കളല്ലേ, ഉറങ്ങൂപ്പ. ചില ദിവസം സുബഹിക്ക് പള്ളിയിൽ പോകാൻ നേരത്ത് വിളിക്കുമ്പോ ഉപ്പ ഉറക്കം വരണം, ഉപ്പ വയ്യുപ്പ അങ്ങനെ ഇപ്പൊ ഉമർ തങ്ങൾ അടുത്തിരുന്നിട്ട് ഓതി കൊടുക്കും ഈ ആയത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതായത്തെന്നറിയുമോ? സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ട്. അതിനകത്തുള്ള ഒരായത്താണ്. അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. 132ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുണ്ടല്ലോ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പറയണം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹ് പറയുകയാ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കും, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, എഴുന്നേറ്റ് നിസ്കരിക്ക്. എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ തങ്ങൾ എന്താ പറയണേ? മോനെ, 5 നേരം എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഒരുത്തന്റെ മുന്നിലും തെണ്ടണ്ട, യാചിക്കാൻ പോകണ്ട, കഞ്ചാവ് കച്ചവടം നടത്തണ്ട, ലോട്ടറി എടുക്കണ്ട, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴി നോക്കണ്ട, മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ഹലാലായ ഭക്ഷണം കഴിക്കണോ, അല്ലാഹ് തരും. നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എന്തു പറയും? പഠിക്കണം. പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. 55 വയസ്സുകാരനോടല്ല, 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നവനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, ഫുൾ A+ വാങ്ങിച്ച് ഏറ്റവും വലിയ മാർക്ക് വാങ്ങിച്ച് ജയിക്കണം, നല്ല ജോലിയിൽ കയറണം, നല്ല ശമ്പളം കിട്ടണം, നല്ല ശമ്പളം കിട്ടിയാലേ നല്ല ജീവിതം കിട്ടൂ. എടാ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം. പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇപ്പൊ മയക്കുമരുന്ന് കച്ചവടമല്ലേ മോന്, കഞ്ചാവ് കച്ചവടമല്ലേ മോന്. എങ്ങനെ നിന്റെ മോനെ നശിപ്പിച്ചത് നിന്റെ ആർത്തിയാ പെങ്ങളെ, നീയാ പഠിപ്പിച്ചത്. പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് ആ ചെറിയ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആ വിഷം വെത്തി കുത്തിവെച്ചു കൊടുത്തത് നീയാ. നീയാ നിന്റെ മക്കളെ പഴപ്പിച്ചത്. അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കളോട് പറഞ്ഞു കൊടുക്ക. കഞ്ചാവ് ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മയക്കുമരുന്നിനെ കുറിച്ച് പറയണെന്ന്. എന്തിനാ ഞാൻ തല്ലുകൊള്ളാനോ വെറുതെ? കഞ്ചാവ് കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, കൂടിയ ഐറ്റവ കച്ചവടം ചെയ്യുന്ന മോൻ എന്തേ? എളുപ്പം പൈസ ഉണ്ടാക്കാം. എളുപ്പ പൈസ ഉണ്ടാക്കാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുത്തത്? നിന്റെ പെണ്ണും പിള്ള.
എന്നാ ഉമർ തങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തു, മക്കളെ 5 നേരം നിസ്കരിക്ക്. അല്ല പറഞ്ഞെന്തറിയോ, ലാ നസ്അലു ഖരിസക, നീയല്ല ഉണ്ടാക്കണേ, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞ ഉടനെ മക്കൾ ചാടി എഴുന്നേക്കൂല. രണ്ടാമത് പറഞ്ഞു കൊടുക്കണം, വൽ ആഖിബത്തു ലിത്തഖ്വ, നല്ല മരണം വേണം. കണ്ണ് തെള്ളി പതയും നൊരയും ഒലിപ്പിച്ച് മുഖമൊക്കെ കറുത്ത് മലമൂത്ര വിസർജനം നടത്തി കാഫിറിനെ പോലെ ചാകണോ, അതോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ചുണ്ടിൽ പുഞ്ചിരിയുമായി പ്രകാശിക്കുന്ന മുഖവുമായി നെറ്റിത്തടം വിയർത്ത് മൂക്കിൻ്റെ ദ്വാരം വികസിച്ച് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വരുന്നവർ മുഴുവനും മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു നല്ല മരണം നിനക്ക് വേണോ? എഴുന്നേറ്റ് നിസ്കരിക്കുക. ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ, ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണോടാ. നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയുന്ന ഒരു മരണം നിനക്ക് വേണോ? നിസ്കരിക്കുക. ഇത് പറഞ്ഞു നോക്ക്, ഏതുറക്കവും മാറും. ഏത് നിസ്കരിക്കാത്തവനും എഴുന്നേറ്റ് നിസ്കരിക്കും. കാരണം മരണത്തിന് അവന് പേടിയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞു നോക്ക്. ഇത് പറഞ്ഞിട്ട് എഴുന്നേക്കുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ തലയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയേറെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് നന്നാകാത്തവനെ പിന്നെന്ത് പറയാനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൻ മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പരലോകത്ത് കടന്നു വരുന്ന മൂന്നാമത്തെ വൃത്തികെട്ടവരാരെന്നറിയോ? ദുൽ വജ്ഹൈ, 2 മുഖമുള്ളവരാട്. അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ കൂടുമ്പോൾ, ഒരു വിഭാഗം ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ, പടച്ചവനെ, ഞാൻ നിങ്ങളുടെ ആളാണ്. പടച്ചവനെ, അവര് പിരിഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ വിഭാഗത്തെ കാണുമ്പോ അവരുടെ കൂടെ കൂടിയിട്ട് പടച്ചവനെ ഇവരെ കുറ്റം പറയുകയാ. ഇങ്ങനെ 2 മുഖമുള്ളവരുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ